ഇന്ത്യൻ സിനിമ കണ്ട എക്കാലത്തെയും വലിയ പരാജയങ്ങളൊന്നായിട്ട് ലാലേട്ടൻ നായകനായിട്ടെത്തിയ വൃഷഭ. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ടോക്സ് അറിവിന്റെ പുതിയൊരു വീഡിയോ ഇട്ട് സ്വതാപത്തിന്റെ വീഡിയോ ഫത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വൃഷഭ എന്ന് പറഞ്ഞ ഏറ്റവും പുതിയ ലാലേട്ടൻ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടാണ്. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിനിമാ വിശേഷങ്ങൾ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. ലാലേട്ടനെ കേന്ദ്ര കഥാപാത്രമാക്കി കന്നഡയിലെ പ്രശസ്ത ഡയറക്ടർ നന്ദകിഷോർ അണിയിച്ചൊരുക്കിയ ചിത്രമായിരുന്നു വൃഷഭ എന്ന് പറയുന്ന സിനിമ. രണ്ട് ഗെറ്റപ്പിൽ ലാലേട്ടന്റെ അഴിഞ്ഞാട്ടം കാണാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചെങ്കിലും ചിത്രം ബോക്സ് ഓഫീസിൽ വൻ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. കേരളത്തിനും ചിത്രത്തിന് നിരന്തരം സാധിച്ചിട്ട ചിത്രത്തിന്റെ കേരള കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായ ചിത്രം ഏകദേശം 85 ലക്ഷം രൂപയോളം മാത്രമാണ് കേരള കളക്ഷനായിട്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ലാലേട്ടന്റെ നിലവിലത്തെ ഹൈപ്പ് വെച്ച് ഒരു സാധാ ചിത്രം പോലും 10 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടേണ്ടതാണെങ്കിലും ഈ ഒരു സിനിമ സമ്പൂർണ്ണ പരാജയമായിട്ട് മാറി. വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നാട്ടിൽ 2 കോടിക്ക് താഴെ മാത്രമാണ് ചിത്രം സ്വന്തമാക്കിയിരിക്കുന്നത്. എന്തൊക്കെയാണ് ഇന്ത്യൻ സിനിമ കണ്ട ഇക്കാലത്തെ വലിയ പരാജയങ്ങളൊന്നായിട്ട് ഇതിനോടൊപ്പം തന്നെ ചിത്രം മാറി. ഏകദേശം 70 മുതൽ 75 കോടിയോളം ബഡ്ജറ്റ് കണക്കാക്കപ്പെടുന്ന ചിത്രമാണ് വൃഷഭ എന്ന് പറയുന്ന സിനിമ. ചിത്രത്തിന്റെ VFX എല്ലാം തന്നെ നിലവാരം കുറഞ്ഞു. അതോടൊപ്പം തന്നെ ചിത്രത്തിന്റെ മലയാളം ഡബിങ്ങിന് വളരെയധികം മോശപ്പെട്ടതും പഴയ നാടകങ്ങൾ ഓർമ്മിപ്പിക്കുന്ന വിധമാണെന്നുള്ള വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ചിത്രം നേടിയെടുത്തിട്ടുണ്ടായിരുന്നു. 2 കാലഘട്ടങ്ങളിലെ കഥയാണ് ചിത്രം പറയുന്നത്. മോഹൻലാൽ പഴയ കാലഘട്ടത്തിലെ രാജാവായും ആധുനിക കാലത്തെ വജ്രവ്യാപാരിയായിട്ടും വേഷപ്പെടുന്നുണ്ട്. എന്തൊക്കെയാണ് ചിത്രം ബോക്സ് ഓഫീസിൽ പരാജയമായതിനെ തുടർന്ന് ഇനി OTT റിലീസിന് വേണ്ടിയാണ് സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നത്. OTT മികച്ച അഭിപ്രായങ്ങൾ ചിത്രം സ്വന്തമാക്കുമെന്ന് കണ്ടുതന്നെ അറിയാം. അപ്പോൾ വൃഷഭ എന്ന് പറയുന്ന ചിത്രം നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.